إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. നമസ്കാരത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചു വന്നത്. പള്ളികളിൽ പാലിക്കേണ്ട മര്യാദകൾ, നമസ്കാരത്തിനൊരുങ്ങുന്നവന്റെ വസ്ത്രം, നമസ്കരിക്കുന്ന സ്ഥലം, ശരീരം എന്നിവ ശുദ്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നാം സംസാരിക്കുകയുണ്ടായി. ആ നിലക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ നാലാമത്തെ ഒരു കാര്യം നിയ്യത്ത് എന്നുള്ളതാണ്. അത് ഇഖ്ലാസുൻ നിയ്യ ലില്ലാഹി തആല ഖബ്ല സ്വലാത്ത്. നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ തന്റെ മനസ്സിൽ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നിയ്യത്തുണ്ടായിരിക്കണമെന്നുള്ളതാണ്. അല്ലാഹു പറയുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കൃത്യമായ നേരായ ചൊവ്വായ ഹൃദയത്തോടുകൂടി വക്രതകളില്ലാത്ത നിലക്ക് അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യമായി തന്നെ അവന്റെ മനസ്സിൽ ഞാൻ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുകയാണ് എന്ന തോന്നലാണ് അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അവിടെ പലപ്പോഴും കടന്നുവരാറുള്ളൊരു തെറ്റിദ്ധാരണ നിയ്യത്തിനു വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും പദങ്ങൾ ചൊല്ലിപ്പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. വളരെ വ്യക്തമായി തന്നെ നിയ്യത്ത് എന്ന പദത്തിന്റെ അർത്ഥം അറിയുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും. അത് മനസ്സിൽ കരുതുക എന്നതാണ് നിയ്യത്ത് എന്നതിന്റെ അർത്ഥം തന്നെ. മനസ്സിൽ ഒരാൾ കരുതുന്നതിന്, വിചാരിക്കുന്നതിനാണ് അറബി ഭാഷയിൽ നിയ്യത്ത് എന്ന് പറയാം. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അത് ഉച്ചരിക്കാൻ തുടങ്ങുക എന്നുള്ളത് ഒരിക്കലും തന്നെ പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല. ഞാൻ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുകയാണ് എന്ന മനസ്സിലെ തോന്നലാണത്. ചൊല്ലിപ്പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രത്യേകമായ പദങ്ങളോ ഞാൻ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന നിലക്ക് പറയുന്ന ഏതെങ്കിലും പ്രത്യേകമായ ദിക്റുകളോ ഒന്നും തന്നെ പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിലെ ആളുകൾ ഇങ്ങനെ നിസ്കാരത്തിന് ഉസല്ലി ലില്ലാഹി
അർബ റക്കാത്തിൻ ഫർള എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതാണ്. മാൽ ഇമാമി ജമാഅത്തൻ, എവിടുന്നത് കിട്ടിയത്? അങ്ങനെയല്ല. നിയ്യത്ത് എന്നുള്ളത് ഓരോ അമലുകൾക്കും ആവശ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഹദീസുകളിൽ കാണാം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഓരോ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഒരാള് പാവപ്പെട്ട ഒരാൾക്ക് ദാനം ചെയ്യുന്നു, സ്വതക്ക ചെയ്യുന്നു, അപ്പോൾ അയാൾ അതിനെങ്ങനെ നിയ്യത്ത് പറയാ? അതസദ്ദഖു ലില്ലാഹി ലിഹാദൽ ഫഖീരി അശറ റൂബിയാത്തിൻ എന്ന് ചൊല്ലി പറഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? ഞാനിതാ അള്ളാഹുവിന് വേണ്ടി ഒരു പാവപ്പെട്ടാക്ക് ഇതാ 10 റുപ്യ കൊടുക്കുന്നു. ഏതൊരു കാര്യത്തിനും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മതപരമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ചര്യകളിൽപ്പെട്ട ഏതൊരു അമലുകൾ ചെയ്യുന്നതിന് നിയ്യത്ത് വേണമെന്നുള്ളതാണ്. അതിനൊക്കെ ചൊല്ലിപ്പറയാൻ പ്രത്യേകമായി ഇങ്ങനെ നിയ്യത്തുകൾ പഠിപ്പിക്കുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അത് മനസ്സിൽ അവന്റെ തോന്നലാണ്, അവന്റെ വിചാരമാണ്, ആത്മാർത്ഥമായ അവന്റെ നിയ്യത്തിനെയാണത് പഠിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാളുടെ നിയ്യത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ, ഹിജ്റ പോകുമ്പോൾ അള്ളാഹുവും റസൂലുമാണ് അവന്റെ മനസ്സിലെങ്കിൽ, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ഞാനിതാ ഹിജ്റ പോകുന്നു എന്നതാണെങ്കിൽ അവൻ ആ ഹിജ്റയുടെ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഒരാൾ ഹിജ്റ പോകുമ്പോൾ അയാളുടെ മനസ്സിൽ ഇനി ചെന്നെത്താനുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ അയാൾ കാണാൻ, മക്കത്ത് കച്ചവടം ചെയ്തിട്ട് വലിയ വിജയമൊന്നുമില്ല, ഇനി മദീനത്ത് പോയിട്ട് നല്ല കച്ചവടമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പോയി നല്ലൊരു കുടുംബ ബന്ധമുണ്ടാക്കി അവിടെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ കൂടാം എന്നതാണ് അയാളുടെ മനസ്സിലെങ്കിൽ അയാൾക്ക് ആ ഹിജ്റയിലൂടെ കിട്ടുന്നത് അത് മാത്രമായിരിക്കുന്നുള്ളതാണ്. ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും ആഗ്രഹിക്കുന്നത് അവർക്കത് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിന്റെ ഒരു തീരുമാനമാണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതുന്ന ഒരു ഉറപ്പാണ് നിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആത്മാർത്ഥമായ ഒരു നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിൽ നിയ്യത്ത് മാറിപ്പോയാൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടും. എന്താണ് നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴുള്ള നിയ്യത്ത്? അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്ന്. എന്നാൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ മറ്റുള്ള ആളുകളെ കാണിക്കുന്ന തരത്തിലേക്ക്, മറ്റുള്ളവർ ശ്രദ്ധിക്കട്ടെ എന്ന നിലക്ക് അവിടെ നിയ്യത്തിൽ മാറ്റമുണ്ടായാൽ അയാളുടെ ശ്രദ്ധകളിൽ, അതേപോലെ തന്നെ അയാളുടെ ചിന്തകളിൽ മറ്റുള്ള ആളുകൾ അറിയട്ടെ ഞാനൊരു നമസ്കാരക്കാരനാണ്, എന്റെ നമസ്കാരം തിരക്കടില്ലാത്ത നിലക്കാണ് എന്ന തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം കൊണ്ട് അയാൾക്ക് കാര്യമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് നാശമുണ്ടാകട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് തന്നെയാകുന്നു നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ, അവർക്ക് നമസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരാണ്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ്. അതേപോലെ തന്നെ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് ഞാനൊരു നിസ്കാരക്കാരനാണ്, ആളുകൾ അറിയട്ടെ എന്ന നിലക്കുള്ള നിയ്യത്താണോ തോന്നലാണോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരമില്ല എന്ന് മാത്രമല്ല, അവർ ശപിക്കപ്പെട്ട ആളുകളായി മാറും. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകൾ ആത്മാർത്ഥമായി മാറണം. വേറെ ഏതെങ്കിലും ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയല്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് പരിപൂർണമായി നമസ്കരിക്കുന്നത്. ആ നിലക്ക് തന്നെ 100% എന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ തന്നെയാകണമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടിയാണ് നമസ്കാരത്തിന് വേണ്ടി നാം ഒരുങ്ങേണ്ടത് എന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിഖ്ബാലു ഇത്തിജാഹുൽ കഅബത്തി, അവന് കഅബക്ക് നേരെ അവന്റെ കിബിലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കണം. നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തയ്യാറാകുന്നതിന്റെ ഭാഗമായിക്കൊണ്ടുള്ളത്. ഇന്ന് നമ്മൾ പള്ളികളിലൊക്കെ നമസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കിബിലയുടെ ദിശയിലേക്ക് തന്നെയാണ് സുഫുകളും മറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ യാത്രകളിലും മറ്റുമൊക്കെയാകുമ്പോൾ കിബില കണ്ടെത്തുക, കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമായി തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നീ മസ്ജിദുൽ ഹറാമിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കണം എന്നുള്ള ആയത്തിറങ്ങുന്നതോടുകൂടി മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് മുസ്ലിങ്ങളുടെ കിബില മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതോടുകൂടി തന്നെ പിന്നീട് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ആളുകൾ നമസ്കരിക്കേണ്ടത്. അത് ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർ നമസ്കരിക്കേണ്ടത് എന്നാണ്. യാത്രയിലാകുമ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങളിലാകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നിയമം കിബിലക്ക് നേരെ തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണം. എന്നാൽ ഒരാൾക്ക് കിബില കണ്ടെത്താൻ സാധിക്കുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ദീർഘദൂരമുള്ള ട്രെയിൻ യാത്രകളിലോ വിമാനയാത്രകളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക്
ഖിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. അത്തരം സന്ദർഭങ്ങളിലൊഴികെ ബാക്കി എല്ലാ സാഹചര്യങ്ങളിലും ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ നമസ്കരിക്കണമെന്നത് നിർബന്ധമായ നിബന്ധനകളിൽ തന്നെ പെട്ടിട്ടുള്ള കാര്യമായിക്കൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അത് നാം കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വീടുകളിലും മറ്റുമൊക്കെ നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ആ നിലക്ക് തന്നെയാകുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരു ചർച്ചയിൽ അവിടെ ചില മാറ്റങ്ങൾ, ക്രമീകരണങ്ങൾ പിന്നീട് ഉണ്ടായപ്പോൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരുപാട് കാലം നമസ്കരിച്ചപ്പോൾ ദിശയിൽ ചെറിയ മാറ്റമുണ്ടായിരുന്നു എന്നുള്ളത്. എത്രമാത്രം ശ്രദ്ധ കുറവുകൾ അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി കൊണ്ടല്ല എങ്കിൽ, ശ്രദ്ധയോടുകൂടിയല്ല എങ്കിൽ അത് നമ്മുടെ നമസ്കാരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുമെന്നത് നാം ഗൗരവത്തോടുകൂടി തന്നെ ഓർക്കേണ്ടതുണ്ട്. ആറാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്നു, അൽ വഖ്ത്, അത് സമയമാണ്, നമസ്കാരത്തിനുള്ള സമയം. അദാ ഉസ്സലാത്തി ഫീ വഖ്തിഹ അൽ മുഹദ്ദദ്, ഓരോന്നിനും നിർണയിക്കപ്പെട്ട സമയമുണ്ട്, ആ സമയത്താണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ സമയം എത്തുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്നതും നമസ്കാരത്തിന്റെ സമയത്തിന് ശേഷം നമസ്കരിക്കുക എന്നുള്ളതും നമസ്കാരത്തെ ബാധിക്കുന്ന ഘടകങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായും നമസ്കാരമെന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധിതമായ കടമയാണ്, നിർബന്ധിതമായ കർമ്മമാണ്, ബാധ്യതയാണ് എന്നുള്ളതാണ്. അപ്പൊ സുബഹിയുടെ നമസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കുക എന്നത് നമസ്കാരത്തിന്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന ഘടകമാണ്. അത് ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ സുബഹിയുടെ നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം നമസ്കരിക്കുക എന്നതും നമസ്കാരത്തെ ബാധിക്കുന്ന ഘടകമാണ്. അതേ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഖലാഅ് വീട്ടുക എന്ന് പറയുന്നൊരു സമ്പ്രദായം, ഖലാഅ് വീട്ടുക എന്നുള്ളൊരു സമ്പ്രദായം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനം പരിശുദ്ധ ഇസ്ലാമിലില്ല. ഒരാൾക്ക് നമസ്കാരത്തിന്റെ സമയമെത്തി, ആ സമയത്ത് അയാൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അയാൾക്ക് നമസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിന് ഉദറുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കാരണമായി പറയാൻ സാധിക്കുന്ന ചില കാരണങ്ങൾ മാത്രമുള്ളത്. ഒന്ന്, ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോവാ, എന്നും ഉറങ്ങുക ഒരാള്, എന്നും അയാൾ ഉറങ്ങിപ്പോവാ, അത് ഉറങ്ങിപ്പോകലല്ല, അത് മനഃപൂർവ്വമുള്ള ഉറക്കമാണ്. എല്ലാ ദിവസവും കൃത്യമായി സമയങ്ങളിൽ നമസ്കരിക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലുമൊക്കെ ഒരു ദിവസത്തിൽ അയാൾക്ക് ക്ഷീണം കാരണമോ രോഗം കാരണമോ ഒക്കെ ഉറങ്ങിപ്പോയി എങ്കിൽ അത് പരിഗണിക്കുന്നതാണ്. അയാൾക്ക് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം വേണ്ടി നമസ്കരിക്കാം. അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ഒരവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയി, അയാൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു നിലക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പെട്ടുപോയി, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് ജമ്മാക്കുന്നതിനോ നമസ്കാരം മറ്റൊരു സമയത്തേക്ക് കൊണ്ടുപോകുന്നതിനോ വിരോധമില്ല. എന്നാൽ ഇതൊക്കെ ഒരു സ്ഥിരം ഏർപ്പാടാക്കി മാറ്റുക. അല്ല, എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് തീരെ നിസ്കരിക്കാൻ പോകാൻ പറ്റില്ല, എന്നും അയാൾക്ക് ജോലിന്റെ പ്രശ്നം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ നമസ്കാരത്തെ ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മുൻഗണന നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാരോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുമ്പോൾ കണ്ട് നമുക്ക് ഉദറുകൾ ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ജമ്മ ചെയ്യുവാൻ, നമസ്കാരങ്ങൾ തമ്മിൽ കൂട്ടി നമസ്കരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരിക്കലും തന്നെ നമസ്കാരം ഒഴിവാക്കുക എന്ന പ്രക്രിയ ഒരിക്കലും തന്നെ പാടില്ല. അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ അത് നമസ്കരിക്കണമെന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു എന്നാണ്, നബിയെ, ഏറ്റവും നല്ല പ്രവർത്തനം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല അസ്വലാത്തു അലാ വഖ്തിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു എന്നാണ്, നമസ്കാരം അതിന്റെ കൃത്യമായ സമയങ്ങളിൽ നിർവഹിക്കുക എന്നുള്ളതാണ്, കൃത്യമായ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽപ്പെട്ടതെന്നാണ്. ഈ ഒരു പ്രതിഫലമാണ്, അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട്, മടി കൊണ്ട്, നമ്മുടെ അനാവശ്യമായ ഉറക്കം കൊണ്ട് ഒക്കെ തന്നെയും നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നമസ്കാരത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരായിട്ടുള്ള ആളുകൾ, നമസ്കാരത്തിന്റെ സമയത്തെ തൊട്ട് അശ്രദ്ധരായിട്ടുള്ള ആളുകൾ
എന്നിങ്ങനെ പറയപ്പെട്ടിട്ടുള്ള നാശമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണ് സമയം തെറ്റിക്കൊണ്ടുള്ള നമസ്കാരങ്ങളെന്ന് നാം കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏഴാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നു അൽ മുഹാഫളത്തു അല സുനനി വറവാത്തിബു വന്നവാഫിൽ. ഒരുപാട് സുന്നത്തായ നമസ്കാരങ്ങളുണ്ട്, റവാത്തിബ് സുന്നത്തുകളും അല്ലാത്തതുമായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി വരുന്ന സുന്നത്തുകൾ, അതിനൊക്കെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി അത് ചെയ്തുകൊണ്ടു പോകുവാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്തബിഖുൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നോട്ട് വരട്ടെ, നന്മകളിൽ കൂടുതലായിക്കൊണ്ട് മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. നമസ്കാരത്തിന് മുമ്പുള്ള പ്രത്യേകമായിട്ടുള്ള സുന്നത്തുകളുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയപ്പെടുന്ന 12 റക്അത്ത് നമസ്കാരങ്ങളുണ്ട്. ആ നമസ്കാരങ്ങൾ ഓരോന്നും കൃത്യമാക്കി അവർ ചെയ്യേണ്ടതുണ്ട്. സുബഹിയുടെ മുമ്പ് വരുന്ന 2 റക്അത്ത് നമസ്കാരം റവാത്തിബ് സുന്നത്തുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രകളിൽ പോലും അത് ഒഴിവാക്കാറില്ലായിരുന്നു എന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ ആ നിലയ്ക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകിയിട്ടുള്ള, ഏറ്റവും അധികം പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി ഹദീസുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. അത് വളരെയധികം സുന്നത്ത് മുഅക്കദ, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ളുഹറിന് മുമ്പുള്ള 4 റക്അത്തും ശേഷമുള്ള റക്അത്തുകളും അതേപോലെ തന്നെയുള്ള നമസ്കാരങ്ങൾ, പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള റവാത്തിബ് സുന്നത്തുകൾ പ്രത്യേകമായി കൊണ്ട് പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. മൻ സല്ല 12 റക്അ, ആരെങ്കിലും 12 റക്അത്ത് നമസ്കാരങ്ങൾ സുന്നത്തായിക്കൊണ്ടുള്ള റവാത്തിബുകൾ ഫി യൗമിൻ വലൈല, രാത്രിയും പകലുമായിക്കൊണ്ടുള്ള നമസ്കാരങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണ് എങ്കിൽ ബനാ ലഹു ബിഹിന്ന ബൈതം ഫിൽ ജന്ന, ആ നമസ്കാരങ്ങളുടെ കാരണത്താൽ അവർക്ക് സ്വർഗ്ഗത്തിലൊരു ഭവനം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്ന, സ്വർഗ്ഗത്തിലൊരു വീട് അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു കൊടുക്കുന്ന 12 റക്അത്തുകളുള്ള ഈ റവാത്തിബ് സുന്നത്തുകൾ, നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി വരുന്ന ഈ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരം സുന്നത്തുകളെ പ്രത്യേകമായി പരിഗണിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. എട്ടാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നു അൽ ഇസ്തിഅദാദുൻ നഫ്സി, ഒരു മാനസികമായ ശാരീരികമായ ഒരു ഒരുക്കം അയാൾ നടത്തണം. അതിനേറ്റവും പ്രധാനമായിട്ട് ഇസ്തിഹ്ലാറു അലമത്തുല്ലാഹി വത്തഅമ്മുലി ഫീ മആനിൽ ആയാത്ത്, അവന് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ, നമസ്കാരത്തിന് മുന്നോടിയായി തന്നെ അവൻ അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ മനസ്സിനെ കൃത്യമായി തന്നെ അച്ചടക്കത്തോടുകൂടി നിലനിർത്തുവാനും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളുടെ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനുമൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് അവൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിജയിച്ചിരിക്കുന്ന വിശ്വാസികളാരാണ്? അവർ നമസ്കാരത്തിൽ അങ്ങേയറ്റം ഭയഭക്തിയുള്ള ആളുകളാണെന്നുള്ളതാണ്. നമസ്കാരത്തിലെ ഭയഭക്തി നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കടന്നു പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ, മുൻകരുതലുകൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പൈശാചികമായ ചിന്തകളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നമസ്കാരത്തിൽ ഉണ്ടാകണം. ഏതൊരു അമലുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യത, ഏതൊരു പ്രവർത്തനത്തിനും ഒരു അന്തരീക്ഷം, നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകണം. ഒരു അധ്യാപകന് നല്ല നിലയിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അവിടെ ക്ലാസിന്റെ അന്തരീക്ഷം നന്നാകണം. ഓരോ ജോലികൾക്കും അതിൻ്റെതായ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം നന്നാക്കിയെടുത്തെങ്കിൽ മാത്രമേ ആ പ്രവർത്തനങ്ങൾ കൃത്യമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. എന്നതുപോലെ തന്നെ നമസ്കാരത്തിനും ഒരു അന്തരീക്ഷം ഉണ്ടാകണം, ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ശ്രദ്ധ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന ഘടകങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ചുമരുകളിൽ തൂക്കിയിട്ട എന്തെങ്കിലും വസ്തുക്കൾ, അതേ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില പള്ളികളിലൊക്കെ നമസ്കരിക്കുന്നവരുടെ നേരെ മുന്നിൽ തന്നെയായിക്കൊണ്ട് പല ദിക്റുകളും മറ്റൊക്കെ തൂക്കിയിട്ടതായിട്ട് കാണാൻ പറ്റും. നിസ്കാരശേഷമുള്ള ദിക്റുകൾ, പണ്ഡിതന്മാർ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നതാണ്. അത് മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് മാറ്റുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങളെ കണ്ടിട്ടുള്ളത്. ചില വിരിപ്പുകൾ ആ നിലക്കുണ്ടെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരശേഷം പറഞ്ഞു എന്നാണ്, അസീലി അന്നി കിറാമിക്കി, നിന്റെ ആ ഒരു ഉടുപ്പുണ്ടല്ലോ, നിന്റെ ആ ഒരു വസ്ത്രമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വിരിപ്പ്,
അത് നീ എന്റെ മുന്നിൽ നിന്ന് നീ മാറ്റണം. ഹാദാ ഫഇന്നഹു ലാ തസാലു തസാവിറു തഅറിളു ലീ ഫീ സ്വലാത്തി. എന്റെ നമസ്കാരത്തെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്, എന്റെ ശ്രദ്ധ അത് തെറ്റിച്ചു കളയുന്നുണ്ട്. നമ്മളാലോചിച്ച് നോക്കൂ, ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ ആത്മാർത്ഥമായി ശ്രദ്ധ തെറ്റാതെ നമസ്കരിച്ച വ്യക്തി ആരായിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയാണ് പറഞ്ഞത്, എന്റെ നിസ്കാരത്തിലെ ശ്രദ്ധ അത് തെറ്റിച്ചു കളയുന്നുണ്ട്. ആ വിരിപ്പ് നീ അവിടെ നിന്ന് മാറ്റണം, നിന്റെ ആ വസ്ത്രം നീ അവിടെ നിന്ന് മാറ്റണം. കുറച്ച് ഡിസൈനുകളൊക്കെയുള്ള, കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു വിരിപ്പായിരുന്നു അത് എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ വിരിപ്പ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ചില പള്ളികളിലൊക്കെ നമ്മൾ പോയാൽ കാർപ്പറ്റുകൾ പോലും ആ രീതിയിലുള്ളതായിരിക്കും. നിസ്കരിക്കുന്ന ആളുകൾ പലപ്പോഴും അതിന്റെ ഡിസൈനുകളൊക്കെ നോക്കിയിട്ട് കിടക്കും. കഅബയുടെ ഫോട്ടോക്കുള്ള മുസല്ലകൾ ഉണ്ടാകും, ആ മുസല്ലകളിലേക്കാണ് നിസ്കരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് നമസ്കാരത്തിൽ നിന്ന് തെറ്റിപ്പോകാത്ത രീതിയിലുള്ള കൃത്യമായൊരു അന്തരീക്ഷം നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരാൾക്ക് ഭക്ഷണം റെഡിയായി നിൽക്കുകയാണ്, ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് അയാൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക, ഇത് പാടില്ലാത്ത കാര്യമാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ലാ സ്വലാത്ത ബിഹലറതി ത്വആമിൻ. ഭക്ഷണം അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയാം, എന്നാ ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോരുത്. അതിനർത്ഥം നമ്മൾ ളുഹറിന് ചിലപ്പോൾ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഫുഡ് ഉണ്ടാവും, ആ കാര്യമല്ല പറഞ്ഞത്. നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭങ്ങളിൽ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും മറ്റൊക്കെ നടത്തി അതിന്റെ സ്മെല്ലും അതിന്റെ രുചിയൊക്കെ നോക്കിയിട്ട് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശ്രദ്ധ ഇവിടേക്ക് പോകുന്ന, അയാളുടെ ശ്രദ്ധ പലപ്പോഴും ആ ഭക്ഷണങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് തീർത്തിട്ട് വേണം പോയിട്ട് കഴിക്കാൻ എന്നുള്ളൊരു മൂഡിൽ വന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങളാണത്. ആ നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കേണ്ടത്. അവിടെ ഒന്നുകിൽ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിലേക്ക് നമസ്കാരത്തിന്റെ സമയത്തെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ളത്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയങ്ങളാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാൽ നമ്മുടെ നമസ്കാരം സ്വീകരിക്കാതെ പോകാൻ അത് കാരണമാകുന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഹദീസിൽ തന്നെ പറഞ്ഞു, ഒരാൾക്ക് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ട്, മൂത്രയിക്കാൻ മുട്ടുണ്ട്, അല്ലെങ്കിൽ കക്കൂസ് പോവാണ്ട്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാൾ നിസ്കരിക്കാൻ നിൽക്കരുത് എന്നാണ് പ്രത്യേകമായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. വല വഹുവ യുദാഫിഉഹു അൽ അഖ്ബസാൻ. അവന് ബാത്റൂമിൽ പോകാൻ, മൂത്രിക്കാനോ കാഷ്ടിക്കാനോ ഉണ്ട്, ആ സന്ദർഭത്തിലും വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നത്, നിസ്കരിച്ചിട്ടാണ് പോക എന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്. കാരണം എന്താ, അയാളുടെ ശ്രദ്ധ വളരെയധികം തെറ്റാൻ സാധ്യതയുണ്ട്. നിസ്കാരത്തിനിടയിൽ അയാള് നമസ്കാരം മുറിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇതെന്തൊരു ഓത്താണ് ഇയാൾ ഓതുന്നത്, ഇത്ര ഓതേണ്ടതുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അയാളുടെ മനസ്സിന് മുഴുവനും അയാൾക്ക് ബാത്റൂമിൽ പോകാനുള്ള കാര്യമായിരിക്കുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി കാണാം. അതിനൊക്കെ ചില ക്രമീകരണങ്ങൾ, ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ നമസ്കാരത്തെ ബാധിക്കാത്ത രീതിയിലാക്കാൻ പറ്റും. ചില ആളുകൾക്കൊക്കെ അതിന് സമയക്രമീകരണങ്ങൾ ഉണ്ടാവുകയില്ല, ബാത്റൂം പോകാനുള്ള സംഗതികൾക്കും മറ്റൊക്കെ. അതിനൊരു ഓർഡർ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവങ്ങളിൽ, ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കക്കൂസ് പോകാനൊക്കെ ഒരു ടൈം വേണം. അതിനൊക്കെ കൃത്യമായൊരു സമയക്രമീകരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് ആരോഗ്യപരമായും നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയുടെ ഭാഗമായി നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമസ്കാരത്തെ അത്തരം കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. മാത്രമല്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമസ്കരിക്കാതെ എന്നാൽ ചിലപ്പോൾ നമസ്കാരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നമസ്കാരം മുറിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആളുകൾക്കും അത് ബുദ്ധിമുട്ടാണ്. നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളുടെ സ്വഫുകളുടെ ക്രമങ്ങൾ തെറ്റാനും മറ്റുള്ള ആളുകൾ മുന്നോട്ട് കയറി നിൽക്കാനൊക്കെയുള്ള ആവശ്യങ്ങൾ വരികയും പലപ്പോഴും ആ നമസ്കാരത്തിന് വേണ്ടി നമസ്കാരത്തിനിടയിൽ പോകുന്ന ആളുകളുടെ സ്വഫിന്റെ ആ ഭാഗത്ത് മറ്റൊരാൾ കയറി നിൽക്കാതെ തടസ്സം അവിടെ സ്വഫ് പൂർത്തീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിട്ട് നമസ്കാരത്തിൽ ശാന്തമായ നിലക്ക് വരിക എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, തിരക്ക് പിടിച്ചുകൊണ്ട് നിസ്കാരത്തിന് വേണ്ടി വരരുത്. തിരക്ക് പിടിച്ചിട്ട് വരിക. നമ്മൾ ഒരു നമസ്കാരത്തിന് വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും ഒരേ ഫിക്സഡ് ആയിട്ടുള്ള ടൈമുകൾ നമസ്കാരത്തിന് വേണ്ടി നമുക്കൊക്കെ അറിയാൻ പറ്റും. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇന്ന സമയത്ത് ളുഹറുണ്ട്, ഇന്ന സമയത്ത് അസറുണ്ട് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഓടി വന്നിട്ട് നിസ്കാരത്തിലേക്ക് കൂടരുത്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ആ റക്അത്ത് നഷ്ടപ്പെട്ടാൽ, ആ നമസ്കാരത്തിൽ ആ റക്അത്ത് നിങ്ങൾക്ക് പോയാൽ
അതിനെ തുടർത്തിക്കൊണ്ട് പിന്നീട് ആ ജമാഅത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ റക്അത്ത് വീണ്ടെടുത്താൽ മതി. എന്നാൽ നമസ്കാരത്തിലേക്ക് ഓടിക്കതച്ച് വന്നുകൊണ്ട് മുഴുവനാ നമസ്കാരം പോകുന്ന തരത്തിലേക്ക് നിങ്ങൾ ആക്കാൻ പാടില്ല എന്നുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചുറ്റുപാടുകളിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് പള്ളികളുമായി ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള സ്ഥലങ്ങളിൽ അനാവശ്യമായ സംസാരങ്ങൾ, ഒച്ചപ്പാടുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പള്ളിയുടെ പുറത്തുള്ള ശബ്ദങ്ങൾ, കോലാഹലങ്ങൾ പലപ്പോഴും ഉള്ളിൽ നമസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള പ്രയാസമുണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. പള്ളിയുടെ ചുറ്റുപാടുകളിൽ നമ്മൾ നിശബ്ദത പാലിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ അനാവശ്യമായ സംസാരങ്ങൾ അവിടെ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്, അവിടെ ചില ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ടാകും, അവരെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ ഉറക്കെ ഖുർആൻ ഓതാൻ പോലും പാടില്ല എന്നാണ്. ഞാൻ ഖുർആനല്ല ഓതുന്നത്, അതിനിപ്പോ എന്താ നിങ്ങൾക്ക് പ്രശ്നം? എന്നാൽ അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നമസ്കരിക്കുന്നയാൾക്ക് അയാൾക്കാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടതുള്ളത്. ഒരിക്കലും അയാളെ ഉപദ്രവിക്കുന്ന തരത്തിൽ, അയാളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിൽ ഒച്ചത്തിൽ ഓടാൻ പോലും പാടില്ല എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും പള്ളിയിൽ ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ വലിയ ശബ്ദത്തിൽ സംസാരിക്കുക, ഉറക്കെ ചിരിക്കുക, അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലതാണ്. അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത് പറയുന്നുണ്ട് എങ്കിൽ മാന്യമായ നിലയ്ക്ക് ശബ്ദം കുറച്ചുകൊണ്ട് മാത്രം സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രംഗങ്ങളിൽ നമ്മുടെ വസ്തുക്കൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് അനൗൺസ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനാവശ്യമായി പള്ളിയുമായി ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളല്ലാത്ത വിഷയങ്ങൾ പള്ളിയിലിരുന്നു കൊണ്ട് ആ രീതിയിലുള്ള സംസാരങ്ങളിലേക്ക്, തർക്കങ്ങളിലേക്ക്, ഒച്ചപ്പാടുകളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൃത്യമായി തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമസ്കാരത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള ചിന്തകളിലേക്കും മാറിപ്പോകാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമസ്കാരത്തെ തെറ്റിച്ചു കളയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നമസ്കാരക്കാരി നമ്മളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. ഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമസ്കാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നാം ഒരുങ്ങി നമസ്കാരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രത്യേകിച്ചും നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു കളയുന്ന മയക്കങ്ങൾ, ചില ഉറക്കങ്ങൾ, അതൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. എങ്ങനെ നിയന്ത്രിക്കുക? നമസ്കാരത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ജുമാക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഉറക്കത്തിലേക്ക്, മയക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജുമായെ നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാതെ ഒരാൾ തൂങ്ങി ഉറങ്ങുന്നു, അയാളുടെ ഒളു നഷ്ടപ്പെടുന്നു. പിന്നീട് അയാൾ ഒളു എടുത്തുകൊണ്ടാണോ പിന്നീട് നിസ്കരിക്കുന്നത്? അയാളുടെ അന്നത്തെ ജുമാ എന്താണ് എന്നതൊരു ചോദ്യചിഹ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും ചിലപ്പോൾ വെള്ളിയാഴ്ച ലീവ് ഉണ്ടാവും. വെള്ളിയാഴ്ച അങ്ങനെ പണിക്കൊന്നും പോവില്ല, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പൊ ആ സമയത്ത് ജുമായുടെ കുറച്ചു മുമ്പ് ഒരു അല്പനേരം ഉറങ്ങുകയാണെങ്കിൽ അവർക്ക് ജുമാക്ക് മര്യാദയ്ക്ക് വന്നിരുന്ന് ഖുതുബ കേൾക്കാനും ഉപദേശങ്ങൾ ശ്രദ്ധിക്കാനും അവിടെ ഉറക്കങ്ങളില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ജുമയുടെ ഇടയിലൊക്കെ ഉറങ്ങുക എന്നുള്ളത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പലപ്പോൾ പല കാരണങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. അള്ളാഹുവിനെ അറിയുന്ന കാരണങ്ങൾ, ബോധിപ്പിക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഒരു ജാഗ്രതയും കരുതലും ഉണ്ടാകേണ്ട വിഷയമാണെന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അത്തരം കാര്യങ്ങൾ ഒളു നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് അവർ ചെന്നു കഴിഞ്ഞാൽ പിന്നീട് ഒളുവെടുക്കാതെയാണ് അവർ നമസ്കരിക്കുന്നത് എങ്കിൽ ലാ സ്വലാത്ത ലിമല്ല ഒളുവ ലഹു, ഒളുവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് നിസ്കാരമില്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണും. നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതിന് മുൻകൂട്ടിയായി തന്നെ കുറച്ചു നേരമൊക്കെ ഒന്ന് ഉറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് നമ്മൾ രാത്രിയെ ക്രമീകരിച്ച് നേരത്തെ തന്നെ ഉറങ്ങുകയാണെങ്കിൽ പള്ളിയിൽ വന്നിരുന്ന് ജുമാക്ക് ഉറങ്ങുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. 9ാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞതാണത് തുമഅനീന, നമസ്കാരത്തിന് വേണ്ടിയുള്ള ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാകണം. വസ്സക്കീനത്തു ഫിസ്സലാത്ത്, നിസ്കാരത്തിലൊക്കെ ഒരു അനക്കമില്ലാതെ അടക്കത്തോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ മുൻകൂട്ടി തന്നെ അവർ കാണണം എന്നുള്ളതാണ്. ഒരാൾ നിസ്കാരത്തിന് ഇങ്ങനെ അനാവശ്യമായി ഇളകുകയാണ്, അല്ലെങ്കിൽ അനാവശ്യമായിക്കൊണ്ടുള്ള ചലനങ്ങൾ അയാൾക്ക് ഉണ്ടാകുകയാണ്, അച്ചടക്കല്ലാതെയാണ് അയാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് നിസ്കാരം ഉണ്ടാവില്ലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാളിങ്ങനെ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കാണാൻ,
അയാൾ നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു എന്നാണ്, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ ഒന്നുകൂടിയും പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? അയാൾക്ക് എന്താണ്? ലിമൻ ലം യത്മഇന്ന ഫി സ്വലാത്ത്, അവൻ നിസ്കാരത്തിൽ എന്ത് ചെയ്തിട്ടില്ല? അച്ചടക്കത്തോടു കൂടി നിന്നിട്ടില്ല. അയാൾ പിന്നെയും പോയി നിസ്കരിച്ചു. വീണ്ടും പറഞ്ഞു, ഞാൻ ഈ എന്റെ നിസ്കാരം ശരിയായിട്ടില്ല, ഒന്നുകൂടി നിസ്കരിച്ചു പോവാം. അങ്ങനെ 2-3 പ്രാവശ്യം അയാൾ നബിന്റെ അടുത്ത് നിന്ന്, നബിയെ ഞാനിപ്പോ നിങ്ങളെ മുമ്പ് തന്നെ നിസ്കരിച്ചു, പിന്നെ എന്താ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത്? നീ നിസ്കാരത്തിൽ വെറുതെ അനങ്ങുന്നുണ്ട്, നിന്റെ നിസ്കാരം ശരിയല്ല, അവിടെ അച്ചടക്കമില്ല, അതുകൊണ്ട് നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാവശ്യമില്ലാത്ത രീതിയിൽ നിസ്കാരത്തിലെ ചലനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പല അവിടെ കാണാൻ ചൊറിഞ്ഞ് ഒന്ന് അവിടെ മാന്തി ഡ്രസ്സ് റെഡിയാക്കി പാന്റ് റെഡിയാക്കിയില്ലേ, അതാണ് നിസ്കാരത്തിന് മുമ്പേ അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞത്. അത്തരം സാഹചര്യങ്ങളില്ലാതിരിക്കാൻ, നമുക്ക് നിസ്കാരത്തിൽ അനങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളില്ലാതിരിക്കാൻ അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണെന്നുള്ളതാണ്. ഒരിക്കലും തന്നെ നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്ന തരത്തിലാണ്. അതുപോലെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്നത്തെ മൊബൈലുകളുടെ ഒരു വിഷയം. നിസ്കാരത്തിൽ നമ്മൾ അനക്കവും നമ്മുടെ ശ്രദ്ധയൊക്കെ തെറ്റിച്ചു കളയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ആ മൊബൈൽ ചിലപ്പോൾ അവിടെ കീശയിലിട്ടിട്ടുണ്ടാവും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, ആ സമയത്തൊന്നും തന്നെ അനങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ അത് ബാധിക്കും. ചില ആളുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ മൊബൈലുകൾ നേരെ മുമ്പിൽ വെക്കും. ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മുടെ ഡിസ്പ്ലേ നമുക്ക് കാണുന്ന തരത്തിലാക്കി വെക്കുകയാണെങ്കിലോ അവിടെ നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ, കോള് വരുമ്പോൾ, മെസ്സേജ് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതൊക്കെ അതിലേക്ക് നമ്മൾ പോവാണ്. ചില ആളുകൾ നമസ്കാരങ്ങൾക്ക് വരുമ്പോൾ വളരെയധികം ലാഘവത്തോടു കൂടുന്നൊരു വിഷയമാണ് സൈലന്റ് ആക്കാതെ കയറും. അപ്പൊ ഇന്നലെയും അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ ബെല്ലടിക്കും. അപ്പൊ ആ സമയത്ത് അയാളിങ്ങനെ തപ്പാണ് മൊബൈലിലൂടെ കീശയിലൂടെ എന്നിട്ട് സൈലന്റ് ആക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ. അപ്പൊ അയാൾ അനങ്ങും, തൊട്ടടുത്തുള്ള അയാൾ അനങ്ങും, അയാളുടെ ശ്രദ്ധ നഷ്ടപ്പെടും. അപ്പൊ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് പള്ളിയിലേക്കാണ് ഞാൻ വരുന്നത്, അവിടെ സൈലന്റ് ആക്കേണ്ടതുണ്ട് എന്ന ഓർമ്മയോടുകൂടി നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ അത് കൊണ്ടുവരാതെക്കുക. ചില ആളുകളുടെ കീശയിലൊക്കെ എന്തുണ്ടാവും? ചാവി, എന്തെങ്കിലും പേപ്പറുകൾ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നിസ്കാരത്തിൽ ഇത് സുജൂദിലേക്ക് പോകുമ്പോൾ ഇതിങ്ങോട്ട് വീഴും. എന്നിട്ട് അടുത്ത സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ആ പേപ്പർ ഇങ്ങനെ പാറിപ്പോണ്ടാവും. ഇതിങ്ങനെ മുമ്പിൽ പോകുമ്പോൾ അയാളിങ്ങനെ നോക്കിയത് എടുക്കാൻ പോയത്. ചില നോട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പാറിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും കടലാസുകൾ അത്യാവശ്യമുള്ള രേഖകളാണെങ്കിൽ ഫാനിന്റെ കാറ്റിലൊക്കെ ഇങ്ങനെ നീങ്ങുകയാണെങ്കിൽ അയാളും ഇങ്ങനെ നോക്കേണ്ടി വരും. ബാക്കിയുള്ള ആളുകളുടെ മുമ്പ് കൂടെ പോകുമ്പോൾ അവരുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തും. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന കാര്യം. നിസ്കരിക്കാനാണ് പോണത്. കീശയിൽ അത്തരം കാര്യങ്ങളിട്ട് പോയാൽ സുജൂദിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് വീഴാൻ സാധ്യതയുണ്ട്, ചില്ലറ പൈസകൾ വീഴാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി അത് വീഴാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുജൂദിന്റെ ഭാഗത്തോടെങ്കിലും നമ്മുടെ ശ്രദ്ധ പോകാത്ത രീതിയിൽ അത് വെക്കുക. അപ്പൊ ചാവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ വെക്കുന്നത് കാണാൻ പറ്റും. ഇത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കാതെയാണ് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ നിസ്കാരം മാത്രമല്ല ബാക്കിയുള്ള ആളുകളുടെ നമസ്കാരവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ നമസ്കാരത്തിൽ അനാവശ്യമായി അനങ്ങുന്ന സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ കെട്ടി നമ്മൾ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ റുക്കൂഇന്റെ സമയത്ത് മാത്രം അത് അയക്കേണ്ടതുള്ളൂ എന്നാണ്, അങ്ങനെ അയക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ നമ്മളെന്താ അവിടെ ചൊറിഞ്ഞിട്ടാണ്, അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊതുക് അടിച്ചുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണാം. അത് കൊതുകടിക്കുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതിനനുസരിച്ചുള്ള സംവിധാനവും സാഹചര്യങ്ങളുമാണ് പള്ളികൾ നമ്മൾ ക്രമീകരിക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നിസ്കാരത്ത് ഒരു നിലക്കും ശ്രദ്ധ തെറ്റി പോകാത്ത രീതിയിലുള്ള, കറകളഞ്ഞ രീതിയിലുള്ള, ഒരു നിലക്കുമുള്ള ന്യൂനതകളും ഇല്ലാത്ത തരത്തിലുള്ള നമസ്കാരമാണ് നമ്മൾ ശീലിക്കേണ്ടത്, ആകേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അനക്കങ്ങളും ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചലനങ്ങളും നിസ്കാരത്തിലുണ്ടായാൽ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അല്ലാഹു പറയുന്നത് നിങ്ങൾ അച്ചടക്കത്തോടുകൂടി കൃത്യമായ നിലക്കുള്ള അനക്കങ്ങളില്ലാത്ത തരത്തിലുള്ള നിസ്കാരമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാകണം. കോട്ടാവിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്നൊക്കെ ആ ഒച്ച വരെ പുറത്തു വരുന്ന രീതിയിലുള്ള കോട്ടാവി വരെ ആൾക്കാരിടുന്നത് കാണാൻ പറ്റും. അത്രയും ശ്രദ്ധയില്ലാത്ത രീതിയിൽ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പാടില്ല. നിസ്കാരത്തിൽ ആർക്കെങ്കിലും കോട്ടാവി അവൻ പിടിച്ചു നിൽക്കട്ടെ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അവൻ പിടിച്ചു നിർത്തുക, അതിന് കയ്യില്ലെങ്കിൽ വായ പൊത്തുക, അല്ലാതെ അങ്ങനെ തുറന്നു വിടരുത് എന്നാണ്. അതൊക്കെ നിസ്കാരത്തെ ബാധിക്കും, മറ്റുള്ളവരുടെ നിസ്കാരത്തെ അത് ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വൃത്തിയോടുകൂടി, ശുദ്ധിയോടുകൂടി, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നമസ്കാരത്തിന് മുമ്പ് തന്നെ
നമസ്കാരത്തിന് വേണ്ട അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങൾ, ആരാധനകൾ കൃത്യമായ നിലക്ക് തന്നെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ചവരുണ്ട്. ഇന്നും ഐസിയുവിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികൾ അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ സഹോദരി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. കൃത്യമായ ആരാധനാകർമ്മങ്ങൾ ചിട്ടയോടുകൂടി നിർവഹിക്കുവാൻ പരിപൂർണമായും നീ സ്വീകരിക്കുന്ന തരത്തിലാക്കി മാറ്റുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണമേ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങളുണ്ടല്ലാവേ, നീ അവർക്ക് ശാന്തിയും സഹനവും ക്ഷമയും പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാകണമേ. അവർക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ നീ നശിപ്പിക്കണമേ. നിന്റെ വിജയം നീ അവർക്ക് പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അത്യുന്നതമായ നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ഹദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് على من أمركم بالصلاة والسلام عليه وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك على عبدك ورسولك محمد وارض اللهم الخلفاء الأئمة العنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله العظيم